നമസ്കാരം. ഈ ക്ഷേത്രത്തിൽ ആരൊരാൾ കാലെടുത്തു വച്ചാലേ ഗ്രഹരീതിയാലുള്ള ഏതുവിധ വക്രദോഷങ്ങളും തവിടുപൊടിയാകുമെന്നും ഭാരതത്തിൽ തന്നെ 3 മുഖമുള്ള സ്വയംഭൂ ശിവലിംഗമുള്ള ഒരേ ഒരു ക്ഷേത്രമെന്ന് സ്ഥലപുരാണത്തിൽ പരാമർശിക്കുന്ന ഒരു ശിവക്ഷേത്രത്തെക്കുറിച്ച് മനസ്സിലാക്കാം. ക്ഷേത്രം അരുൾമികു ചന്ദ്രമൗലീശ്വരർ തിരുക്കോവിൽ. ഈ ക്ഷേത്രം തമിഴ്നാട്ടിൽ വിഴുപുരം ജില്ലയിൽ ദിണ്ടിവനത്തിൽ നിന്നും പോണ്ടിച്ചേരി പോകുന്ന വഴിയിൽ പെരുമ്പാക്കത്തിനടുത്ത് തിരുവക്കര എന്ന സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ ഭഗവാൻ ശ്രീ പരമേശ്വരൻ, ചന്ദ്രമൗലീശ്വരർ, ചന്ദ്രചൂടേശ്വരർ, ചന്ദ്രശേഖരേശ്വരർ എന്നീ നാമങ്ങളിലും ശ്രീ പാർവതി, വടിവാംബികെ, അമൃതേശ്വരി എന്നീ നാമങ്ങളിലും അനുഗ്രഹം ചൊരിയുന്നു. ഈ ക്ഷേത്രം വക്രകാളിയമ്മൻ ആലയം എന്ന പേരിലും പ്രസിദ്ധി പെറ്റതാണ്. പ്രധാനമായും ജാതകത്തിൽ ഗ്രഹങ്ങളുടെ വക്രഗതിയാൽ ഉണ്ടാവുന്ന ദോഷങ്ങൾ മാറ്റാൻ പ്രാപ്തിയുള്ള ക്ഷേത്രമാണിത്. തിരുവണ്ണാമല അരുണാചലേശ്വരർ ക്ഷേത്രത്തിലെ ജ്യോതി പോലെ അമാവാസിക്കും പൗർണമിക്കും ഇവിടെ തെളിയിക്കുന്ന ജ്യോതി ദർശിക്കാൻ ലക്ഷക്കണക്കിന് ആളുകളാണ് ക്ഷേത്രത്തിലേക്ക് എത്തുന്നത്. അന്നേ ദിവസങ്ങളിൽ സർക്കാരിന്റെ വക പ്രത്യേക വാഹന സർവീസുകളും ഇവിടേക്കുണ്ട്. മൈലം ബാലസുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം ഇവിടെ നിന്നും 3 കിലോമീറ്റർ ദൂരത്തിലാണ്. പ്രശസ്ത ശിവഭക്തരായ 63 നായന്മാരുടെ കവിതാ സമാഹാരമായ ദേവാരംപാടിൽ ഉൾപ്പെട്ടിട്ടുള്ള 274 ശിവക്ഷേത്രങ്ങളിൽ 30ാമത്തേതും തൊണ്ടേനാട്ട് ശിവസ്ഥലങ്ങളിൽ ഒന്നുമാണ് തിരുവക്കര ചന്ദ്രമൗലീശ്വരർ തിരുക്കോവിൽ. 63 നായന്മാരിൽ തിരുജ്ഞാന സംബന്ധർ ഈ ക്ഷേത്രത്തിലെ മൂലവരെക്കുറിച്ച് ദേവാരംപാടിലും അരുണഗിരിനാഥർ ഇവിടുത്തെ ശ്രീമുരുകനെക്കുറിച്ച് തിരുപ്പുകഴിലും പതികം പാടിയിട്ടുണ്ട്. തിരുവടുകൂർ ക്ഷേത്രം സന്ദർശിച്ച ശേഷം തിരുജ്ഞാന സംബന്ധർ ഇവിടം സന്ദർശിച്ചതായി പെരിയ പുരാണത്തിൽ സൈക്കിഴാർ രേഖപ്പെടുത്തിയിരിക്കുന്നു. പുരാണങ്ങളിൽ വരാഹനദി എന്ന് പരാമർശിക്കുന്ന ശങ്കരാഭരണി നദിയുടെ വടക്ക് കരയിലാണ് ചന്ദ്രമൗലീശ്വരർ തിരുക്കോവിൽ. ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ കീഴിലുള്ള നാഷണൽ ഫോസിൽ വുഡ് പാർക്കും തിരുവക്കരയിലാണ്. പല ആയിരക്കണക്കിന് വർഷങ്ങൾ പഴക്കമുള്ള മരങ്ങൾ കല്ലായി മാറിയിരിക്കുന്നത് ഇവിടെ കാണാം. വക്രൻ എന്ന അസുരൻ ഇവിടെ ശിവഭഗവാനെ പൂജിച്ചതിനാലും ശങ്കരഭരണിയാറിന്റെ കരയിലുള്ള വലിയ ഇടമായതിനാലും ഇവിടം തിരുവക്കര എന്നറിയപ്പെട്ടു. ശിവക്ഷേത്രമാണെങ്കിലും കാളിയും കുടികൊള്ളുന്നതിനാൽ ഇതൊരു ശക്തിസ്ഥലമായും അറിയപ്പെടുന്നു. ഈ ക്ഷേത്രത്തെക്കുറിച്ചുള്ള ഐതിഹ്യം ഇങ്ങനെയാണ്. പുരാണങ്ങളിൽ കുണ്ടലിനി വനം, വക്രപുരി എന്നെല്ലാം അറിയപ്പെട്ടിരുന്ന ഈ പ്രദേശം ഭരിച്ചിരുന്ന രാജാവായിരുന്നു കുണ്ടലിനി മഹർഷിയുടെ വംശാവലിയിൽ വന്ന വക്രാസുരൻ. അദ്ദേഹവും സഹോദരി ദുന്മുഖിയും തീവ്ര ശിവഭക്തർ. അമരത്വം വേണമെന്നാഗ്രഹിച്ച് വക്രാസുരൻ വളരെ കാലം ഇവിടെ ശിവഭഗവാനെ തപസ് ചെയ്തു. തപസ്സിൽ സംപ്രീതനായി എന്തു വരം വേണമെന്ന് ചോദിച്ച ശ്രീ പരമേശ്വരനോട് ത്രിമൂർത്തികളാൽ തന്നെ വധിക്കാനാവാത്ത വിധം ശിവലിംഗം എപ്പോഴും തന്റെ കണ്ടത്തിലിരിക്കണം എന്ന് അസുരൻ അഭ്യർത്ഥിച്ചു. മാംസാഹാരം തനിക്ക് പറ്റില്ല എന്ന് ശിവഭഗവാൻ പറഞ്ഞതും രാവിലെ പൂജ കഴിഞ്ഞ് ആഹാരം കഴിച്ച ശേഷം മാത്രമേ ശിവലിംഗം കണ്ടത്തിൽ വയ്ക്കുകയുള്ളൂ എന്ന് വക്രാസുരൻ ഉറപ്പുകൊടുത്തു. അതോടെ അഹങ്കാരിയായി തീർന്ന വക്രാസുരൻ ദേവാദികളെ ഉപദ്രവിച്ചു തുടങ്ങി. ദേവന്മാർ ബ്രഹ്മാവിന്റെ നേതൃത്വത്തിൽ ശ്രീമൻ മഹാവിഷ്ണുവിനോട് അസുരനെക്കുറിച്ച് പരാതിപ്പെട്ടു. വക്രാസുരന്റെ കണ്ടത്തിൽ ശിവലിംഗമിരിക്കുന്ന നേരത്ത് വക്രാസുരനെ വധിക്കാനാവില്ല എന്ന് മനസ്സിലാക്കിയ ശ്രീമൻ നാരായണൻ പാർവതീദേവിയോട് വക്രാസുരനെ വധിക്കാനുള്ള ഉപായം ആലോചിച്ചു. രാവിലെയുള്ള പൂജയ്ക്ക് ശേഷം കണ്ടലിംഗം സഹോദരി ദുന്മുഖിയുടെ കാവലിൽ ഏൽപ്പിച്ച ശേഷമാണ് വക്രാസുരൻ കടലിനടിയിലൂടെ ആഹാരം ഭക്ഷിക്കാൻ പോകുന്നത് എന്ന് ദേവി മനസ്സിലാക്കി. ആ സമയം ഗർഭിണിയായിരുന്ന ദുന്മുഖിയുടെ ഉദരത്തിലുള്ള കുഞ്ഞിനെ വധിക്കാൻ ധർമ്മശാസ്ത്രം അനുവദിക്കാത്തതിനാൽ ദേവി വക്രകാളിയായി രൂപമെടുത്ത് ദുന്മുഖിയുടെ കുഞ്ഞിനെ എടുത്ത് കുണ്ടലമാക്കി വലതുകാതിൽ അണിഞ്ഞ ശേഷം ദുന്മുഖിയെ വധിച്ചു. പിന്നീട് ശ്രീമൻ മഹാവിഷ്ണു സുദർശന ചക്രത്താൽ വക്രാസുരനെ വധിച്ചെന്നാണ് കഥ. വളരെ കാലത്തിന് ശേഷം ആദിശങ്കരാചാര്യർ ഇവിടെ എത്തി ഉഗ്രരൂപിണിയായിരുന്ന കാളിയുടെ ഇടതുഭാഗത്ത് ശ്രീചക്രം പ്രതിഷ്ഠിച്ച് ദേവിയെ ശാന്തസ്വരൂപിണിയാക്കി. ക്ഷേത്രത്തിൽ വക്രകാളി സന്നിധിക്ക് എതിരിൽ ഖണ്ഡലിംഗം, ആത്മലിംഗം, വക്രലിംഗം എന്നെല്ലാം അറിയപ്പെടുന്ന വക്രാസുരൻ കണ്ടത്തിൽ വെച്ച് പൂജിച്ച ശിവലിംഗം ഭക്തർക്ക് ദർശിക്കാം. ക്ഷേത്ര കരുവറയുടെ തെക്കുഭാഗത്ത് കുണ്ടലിനി മഹർഷിയുടെ ജീവസമാധിയും അതിനുമേലെ ഒരു ശിവലിംഗവുമുണ്ട്. വക്രാസുരന്റെയും കുണ്ടലിനി മഹർഷിയുടെയും ശില്പങ്ങൾ തെക്ക് പ്രകാരത്തിലാണ്. പെരുമ്പാക്കം എന്ന സ്ഥലത്ത് നിന്നേ കോവിലിന്റെ പ്രവേശന കവാടം കാണാം. ഏകദേശം 2000 വർഷത്തോളം പഴക്കം തോന്നിക്കുന്നതും കിഴക്ക് ദർശനമായ 7 നില രാജഗോപുരത്തോടും 3 പ്രകാരങ്ങളോടും കൂടി കാണപ്പെടുന്ന തിരുവക്കര ചന്ദ്രമൗലീശ്വരർ തിരുക്കോവിൽ ചോഴരാജാക്കന്മാരിൽ ആദിത്യദേവൻ നിർമ്മിച്ചതായാണ് അനുമാനം. പിന്നീട് സെമ്പിയന്മാദേവിയാൽ ക്ഷേത്രം കരിങ്കല്ലാൽ പുനർനിർമ്മാണം ചെയ്യപ്പെട്ടു. സാധാരണഗതിയിൽ കാളികോവിൽ ഗ്രാമത്തിന്റെ അതിരിൽ എവിടെയെങ്കിലും ആയിരിക്കും. എന്നാൽ ഇവിടെ രാജഗോപുരത്തിനരികിൽ തന്നെയാണ്. പൊതുവെ മിക്കവാറും ശിവക്ഷേത്രങ്ങളിൽ രാജഗോപുരം, കൊടിമരം, നന്ദി ഭഗവാൻ, മൂലവർ സന്നിധി എല്ലാം ഒരേ നിരയിലായിരിക്കും. എന്നാൽ ഇവിടെ മാറി മാറിയാണ് കാണപ്പെടുന്നത്. അതിനാൽ തന്നെ വക്രഗതിയിൽ നിർമ്മിച്ചിട്ടുള്ള സന്നിധികളുള്ള ഈ ക്ഷേത്രം വക്രദോഷ നിവൃത്തി സ്ഥലം എന്നറിയപ്പെടുന്നു. ഇവിടെയുള്ള നടരാജരുടെ താണ്ഡവം പോലും വക്രതാണ്ഡവം എന്നതാണ്. ഈ ക്ഷേത്രത്തിലെ വക്രകാളിയമ്മൻ വളരെ ശക്തിയുള്ള ദൈവമായാണ് ഭക്തർ കണക്കാക്കുന്നത്. ദേവി പ്രത്യേകം സന്നിധിയിൽ അഗ്നി ആളുന്ന ശിരസിൽ കപാല കിരീടം ധരിച്ച് വലതുകാതിൽ ശിശുകുണ്ടലം അണിഞ്ഞ് 8 കരങ്ങളോടെ, കരങ്ങളിൽ പാശം, ചക്രം, വാൾ, കടാര, കപാലം എന്നിവയോടെ തലയോടുകൾ മാലയായി അണിഞ്ഞ് നിൽക്കുന്ന രൂപത്തിലുള്ള പ്രതിഷ്ഠയാണ്. ദേവിയുടെ ഇടതുവശത്തായി ശ്രീചക്രമുദ്ര.
ദേവി സന്നിധിക്ക് എതിരിലാണ് ശ്മശാനം. ദേവി രാഹുകേതുക്കളുടെ ഉപദേവതയാകിയാൽ സന്നിധിയുടെ വലതുഭാഗം 5 പ്രദക്ഷിണവും ഇടതുഭാഗം 4 പ്രദക്ഷിണവുമാണ് ഭക്തർ ഇവിടെ ചെയ്യുന്നത്. വക്രകാളിയമ്മനെ പ്രാർത്ഥിച്ചാൽ ജാതകരീതിയാലുള്ള ഏതുവിധ വക്രദോഷവും മാറുമെന്നതാണ് ഭക്തരുടെ വിശ്വാസം. ജ്യോതിഷത്തിൽ ഗ്രഹങ്ങൾ തങ്ങളുടെ സഞ്ചാരപാത വിട്ട് മാറി ചലിക്കുന്നതിനെ വക്രം എന്ന് പറയും. സാധാരണഗതിയിൽ മുന്നോക്കി സഞ്ചരിക്കുന്ന ഗ്രഹങ്ങൾ ചില നേരങ്ങളിൽ പിന്നോക്കി സഞ്ചരിക്കാറുണ്ട്. സൂര്യചന്ദ്രന്മാരൊഴിച്ച് 5 ഗ്രഹങ്ങളും വക്രഗതി അടയാറുണ്ട്. രാഹുകേതുക്കൾ എപ്പോഴും വക്രഗതിയിലാണ്. ഗ്രഹങ്ങൾ വക്രമടയുമ്പോൾ ചിലർക്ക് ദോഷവും ചിലർക്ക് ഗുണവും ജാതകരീതിയാൽ അനുഭവപ്പെടാറുണ്ടെന്നാണ് ജ്യോതിഷശാസ്ത്രത്തിന്റെ വിലയിരുത്തൽ. തിരുവണ്ണാമല കാർത്തിക ദീപം പോലെ ഈ ക്ഷേത്രത്തിൽ മാസം തോറും വരുന്ന അമാവാസിക്ക് രാത്രി 12 മണിക്കും പൗർണമിക്ക് ഉച്ചയ്ക്ക് 12 മണിക്കും ഗോപുരം മുകളിൽ ദീപം തെളിയിക്കുന്നു. അന്നേ ദിവസം കാളി വിഗ്രഹം ചന്ദനക്കാപ്പാൽ അലങ്കൃതമായിരിക്കും. ഇവിടുത്തെ ജ്യോതി ദർശിച്ചാൽ വക്രദോഷങ്ങൾ മാറും. കാര്യതടസ്സം, തൊഴിൽ തടസ്സം, വിവാഹ സന്താന തടസ്സങ്ങൾ എന്നിങ്ങനെ സർവ്വദോഷങ്ങളും മാറി അഭീഷ്ടസിദ്ധി എന്നതാണ് ഇവിടുത്തെ ജനത്തിരക്കിന്റെ രഹസ്യം. ദേവിക്ക് പൂചാർത്തൽ, നാരങ്ങാമാല, കുങ്കുമാർച്ചന എന്നിങ്ങനെ വിവിധ പരിഹാരങ്ങൾ ഇവിടെയുണ്ട്. ചൊവ്വ, ഞായർ, അഷ്ടമി, നവമി ദിവസങ്ങളിലും ക്ഷേത്രത്തിൽ തിരക്ക് കൂടുതലാണ്. ദേവീ സന്നിധിക്ക് എതിരിലുള്ള വക്രലിംഗം വേനൽക്കാലത്ത് തണുപ്പും മഴക്കാലത്ത് ചൂടുള്ള വിയർപ്പ് തുള്ളികളോടെയും കാണപ്പെടുന്നു എന്നാണ് പറയുന്നത്. ഇവിടെയുള്ള വക്രശനീശ്വരന്റെ വാഹനമായ കാക്ക ഭഗവാന്റെ വലതുഭാഗത്താണ് ഇരിക്കുന്നത്. വക്രകാളിയെയും വക്രലിംഗത്തെയും വക്രശനിയെയും ദർശിച്ച് പ്രാർത്ഥിച്ചു പോയാൽ വിചാരിച്ച കാര്യങ്ങൾ വേഗം നടക്കും എന്നൊരു വിശ്വാസം ഭക്തന്മാർക്കിടയിലുണ്ട്. ക്ഷേത്രത്തിന് വടക്ക് ഭാഗത്ത് പ്രയോഗചക്രത്തോടെ 6 അടി ഉയരത്തിൽ വരദരാജ പെരുമാൾ സന്നിധിയും പിൻവശത്ത് സഹസ്രലിംഗവും. സന്താനഭാഗ്യം, വിവാഹഭാഗ്യം ആഗ്രഹിക്കുന്നവർ ഇവിടെയുള്ള ദീപലക്ഷ്മിക്ക് വിളക്ക് തെളിയിച്ച് ദുർഗാ ഭഗവതിക്ക് രാഹുകാലത്ത് അർച്ചനകൾ ചെയ്യുന്നു. നൂറുകാൽ മണ്ഡപവും നടുഗോപുരവും കടന്നാൽ ക്ഷേത്രത്തിന്റെ പ്രധാന കരുവറയിൽ ദ്വാരപാലകർ കാവൽ നിൽക്കെ ശ്രീപരമേശ്വരൻ ചന്ദ്രമൗലീശ്വരർ എന്ന നാമത്തിൽ 3 മുഖമുള്ള സ്വയംഭൂ ശിവലിംഗമായി അനുഗ്രഹം ചൊരിയുന്നു. ചന്ദ്രന്റെ ശാപം മാറ്റി ഭഗവാൻ ചന്ദ്രക്കല ചൂടിയിരിക്കുന്നതിനാലാണ് നാമം വന്നത്. ഈ ശിവലിംഗത്തിന്റെ കിഴക്കിലുള്ള മുഖം തത്പുരുഷം, വടക്കിലുള്ളത് വാമദേവം, തെക്കിലുള്ള മുഖം അഘോരം. ഭഗവാന്റെ അഘോരവദനത്തിൽ 2 കൂർത്ത പല്ലുകളുള്ളത് അഭിഷേകം നടക്കുമ്പോൾ ഭക്തർക്ക് നേരിൽ കാണാവുന്നതാണ്. ഈ അപൂർവ മുമ്മുഖലിംഗം ഇവിടെ മാത്രമാണ് ഉള്ളത്. പഞ്ചമുഖലിംഗങ്ങൾ ഒന്ന് നേപ്പാളിലും വേറൊന്ന് കാളഹസ്തിയിലുമാണ്. കൃതയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം എന്നിങ്ങനെയുള്ള 3 യുഗങ്ങൾക്കൊടുവിൽ ഉദ്ഭവിച്ചതാണ് ഭഗവാന്റെ 3 മുഖങ്ങളെന്നും കലിയുഗം അവസാനിക്കുമ്പോൾ സദ്യോജാതം എന്ന 4ാമത്തെ മുഖം ശിവലിംഗത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് ഉദ്ഭവിക്കും എന്നുമാണ് പരക്കെയുള്ള വിശ്വാസം. ഈ ക്ഷേത്രം 3 പ്രാവശ്യം സന്ദർശിച്ച് മൂലവരെയും വക്രകാളിയെയും പ്രാർത്ഥിച്ച് 3 പ്രാവശ്യം ജ്യോതി ദർശിക്കുന്നത് ആഗ്രഹിച്ച കാര്യങ്ങൾ ഉടനടി നിറവേറാൻ ഉത്തമം എന്നത് ഭക്തന്മാർക്കിടയിലെ അചഞ്ചലമായ വിശ്വാസമാണ്. ദേവി വടിവാംബികയെ പ്രത്യേകം സന്നിധിയിൽ തെക്ക് ദർശനമായി ചിരിച്ച മുഖത്തോടെ ഭക്തർക്ക് അനുഗ്രഹം ചൊരിയുന്നു. ഭക്തർ തങ്ങളുടെ പ്രാർത്ഥനകൾ ശൂലത്തിൽ കെട്ടിവെച്ചാൽ അടുത്ത പ്രാവശ്യം കോവിൽ സന്ദർശിക്കുന്നതിനുള്ളിൽ ആഗ്രഹങ്ങൾ നിറവേറിയിരിക്കും എന്നതാണ് ഭക്തരുടെ ഭാഷ്യം. ഈ ക്ഷേത്രത്തിൽ മുഖ്യപ്രതിഷ്ഠകളെ കൂടാതെ നടരാജർ, ലിംഗോദ്ഭവർ, ബ്രഹ്മാവ്, കാലഭൈരവർ, അഗസ്ത്യലിംഗം, അർദ്ധനാരീശ്വരർ, കുണ്ടലിനി മുനി, നാഗേശ്വരർ, ചണ്ഡികേശ്വരർ, സപ്തമാതാക്കൾ, ദുർഗ, വരദരാജ പെരുമാൾ, 8 കരങ്ങളോടെ വീരഭദ്രർ, സഹസ്രലിംഗം, യോഗേശ്വരലിംഗം, വലംപുരി ഗണപതി, സുബ്രഹ്മണ്യർ എന്നിങ്ങനെ ധാരാളം ഉപപ്രതിഷ്ഠകളുമുണ്ട്. ക്ഷേത്രവൃക്ഷം വില്വം. ക്ഷേത്രതീർത്ഥം ബ്രഹ്മതീർത്ഥം, ചന്ദ്രതീർത്ഥം, സൂര്യതീർത്ഥം. ആഗമവിധി പ്രകാരമുള്ള 3 കാല പൂജകളാണ് ക്ഷേത്രത്തിൽ അനുഷ്ഠിക്കുന്നത്. പ്രദോഷം, പൗർണമി, അമാവാസി, ചിത്ര പൗർണമി ഉത്സവം, ആടിക്കാർത്തിക, കാർത്തിക ദീപം, ശിവരാത്രി, തൈപ്പൂയം, പൊങ്കൽ, തമിഴ് പുതുവത്സര ദിനം, തെപ്പോത്സവം, വിനായക ചതുർത്ഥി, വിജയദശമി എന്നിവയാണ് ക്ഷേത്രത്തിലെ വിശേഷ ദിവസങ്ങൾ. പൂജാ സമയം രാവിലെ 6 മണി മുതൽ ഉച്ചയ്ക്ക് 12 മണി വരെ, വൈകുന്നേരം 5 മണി മുതൽ രാത്രി 8 മണി വരെ. അമാവാസി പോലെയുള്ള വിശേഷ ദിനങ്ങളിൽ രാത്രി 12 മണി വരെയും കോവിൽ തുറന്നിരിക്കും. ക്ഷേത്രത്തിലേക്ക് എത്തുവാൻ വിഴുപുരത്ത് നിന്ന് 29 കിലോമീറ്റർ, പോണ്ടിച്ചേരിയിൽ നിന്ന് 24 കിലോമീറ്റർ, ദിണ്ടിവനത്തിൽ നിന്ന് 26 കിലോമീറ്റർ, പെരുമ്പാക്കത്ത് നിന്ന് 7 കിലോമീറ്റർ. അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ ദിണ്ടിവനം. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി.